രാജേഷ് ഓണക്കൂർ രചന നിർവഹിച്ച രാമായണം ക്ഷേത്രം എന്ന ആധ്യാത്മ രാമായണം രഞ്ജിനി വ്യാഖ്യാനം പഠനഗ്രന്ഥം പ്രകാശനം ചെയ്തു. പ്രമുഖ കമ്പനികളുടെ ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ തുടങ്ങിയവയുടെ സെയിൽസ് ആൻഡ് സർവീസിംഗ്, കൂടാതെ ആക്സസറീസും. 20 വർഷത്തെ സേവന പാരമ്പര്യം. ഗ്ലോബൽ കമ്പ്യൂട്ടേഴ്സ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പിറവം. രാജേഷ് ഓണക്കൂർ രചന നിർവഹിച്ച രാമായണം ക്ഷേത്രം എന്ന ആധ്യാത്മ രാമായണം രഞ്ജിനി വ്യാഖ്യാനം പഠനഗ്രന്ഥം മൂവാറ്റുപുഴ NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് R. ശ്യാംദാസ് പ്രകാശനം ചെയ്തു. ഓണക്കൂർ കരയോഗം സെക്രട്ടറി KP സത്യൻ നായർക്ക് പുസ്തകം കൈമാറി. പിറവം MSM ITI ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അക്ഷരം സാഹിത്യവേദി പിറവം രക്ഷാധികാരി റിട്ടയർ ഭാഷാധ്യാപകൻ KP ശ്രീകുമാർ അധ്യക്ഷനായി. ചടങ്ങിൽ ഓണക്കൂറിലെ രാമായണ പാരായണക്കാരായ 13 പേരെ രാമായണ പൂർണിമ പുരസ്കാരം നൽകി ആദരിച്ചു. ഓണക്കൂർ ദേവീക്ഷേത്രത്തിൽ പതിവായി രാമായണ പാരായണം ചെയ്യുന്നവരെയാണ് ആദരിച്ചത്. സംസ്കൃത ഭാഷ രാമായണ പണ്ഡിതനായിരുന്ന പാറണാൽ കൃഷ്ണൻപിള്ള ആശാന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദൻ, തപസ്യ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് VK സുധാകരൻ, രാജേഷ് മുളക്കുളം, എഴുത്തുകാരൻ ബാബുരാജ് കളമ്പൂർ, ITI ഡയറക്ടർ ഫാദർ വർഗീസ് മഠത്തിൽ കുന്നത്ത്, മൂവാറ്റുപുഴ തിരുവുപ്ലാക്കിൽ ദേവസ്വം ട്രസ്റ്റി ആനിക്കാട് നാരായണ ശർമ്മ, പാമ്പാക്കുട അക്ഷരശ്ലോക കലാസമിതി സെക്രട്ടറി PK ഗോപാലകൃഷ്ണൻ നായർ, S. രാമനുണ്ണി ആലപുരം, KK വിശ്വനാഥൻ രാമമംഗലം, NR രാജവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. വ്യാസനുമൊക്കെ ആരാണെന്ന് മനസ്സിലാകാതെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ തീർച്ചയായിട്ടും ആ പുസ്തകത്തിന്റെ മഹത്വം ഒന്നുകൂടി വർദ്ധിക്കുന്ന വിധത്തിൽ രാമായണ ക്ഷേത്രം എന്നാണ് രാജീവ് തന്റെ പുസ്തകത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ക്ഷേത്ര സങ്കല്പം എന്ന് പറയുമ്പോൾ ക്ഷേത്രം ഏറ്റവും വിശുദ്ധമായ ഒരു സങ്കേതമായിട്ടും ഏറ്റവും കൂടുതൽ പോസിറ്റീവായ എനർജി നൽകുന്ന ഒരു സ്ഥലം എന്ന നിലയിലും ഒക്കെ കാണുന്ന ഹൈന്ദവ ജനതയോട് മറ്റൊന്നും എനിക്ക് ഈ അവസരത്തിൽ പറയാനില്ല. കാരണം എപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാവും. വിമർശിക്കുന്നവര് വിമർശനങ്ങളെ വിമർശിക്കുമ്പോൾ അതിൻ്റെ ആധികാരികത കൂടി പഠിച്ചുകൊണ്ട് വിമർശിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഞാൻ അതിന് ഒന്നും അർഹതപ്പെട്ട ഒരാളാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതൊരു ദൈവനിയോഗമായിട്ട് കണക്കൂട്ടുകയാണ്. കാരണം അത്രമാത്രമേ നമുക്കിതിനെ പറയുവാൻ കഴിയുള്ളൂ. ഒരു രചന അപ്പോ അത് എത്രമാത്രം സങ്കീർണമാണ്, എത്രമാത്രം അതിന് പ്രയത്നം ഒരു വ്യക്തി എടുക്കുന്നു എന്നുള്ളതും നമ്മൾ കണക്കുകൂട്ടേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിൽ രാജേഷ് ഇങ്ങനെയൊരു പുസ്തകം പ്രകാശനം ചെയ്യുവാനും എഴുതുവാനും അതിനുവേണ്ടി ചെലവാക്കിയ സമയവും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് അതിൻ്റെ പ്രകാശനം നിർവഹിക്കാനും ഒക്കെ അദ്ദേഹം എടുത്ത ഒരു എഫേർട്ടിനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നത്തെ നമുക്കിവിടെ അഭിനന്ദിക്കാം. 2016 ആരംഭിച്ച കാലം മുതൽക്ക് ഏകദേശം 15-16 പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണത്തിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായൊരു നേതൃത്വം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ ഗ്രന്ഥം പൂർണ്ണമായിട്ടും രാജേഷ് സ്വയം എഴുതി തയ്യാറാക്കി അത് വളരെ ഭംഗിയായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് അക്ഷരം സാഹിത്യവേദിയുടെ കൂടി ഒരു ബന്ധം അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചത്. എന്തായാലും അക്ഷരം സാഹിത്യവേദിയുടെ എല്ലാവിധ ആശംസകളും ശ്രീ രാജേഷിന് സമർപ്പിക്കുകയാണ്. ഇത്രയും വലിയ പ്രഗത്ഭനാണെന്നും നമ്മളാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു വേദിയിലായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഇത്രയും ഒരു എഴുത്തുകാരനും അതുപോലെ നാടിന് ഗുണകരമാവുന്ന ഒരാളുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളരെ കാലഘട്ടങ്ങളായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിനെ വളരെ അടുത്തറിയാം. സാധാരണക്കാരനായി കരയോഗ ഭാഗത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് വളരെ സൈലന്റ് ആയിട്ട് നമ്മുടെ വീടുകളിൽ സന്തോഷവും അതുപോലെ തന്നെ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ വളരെ സൈലന്റ് ആയിട്ട് വന്ന് അവരെ ഇതിൽ പങ്കാളിയാവുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ നാടിലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ ആ ശൈലി എങ്ങനെയായിരിക്കാം ഞാൻ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതലും ഇപ്പോൾ ഞാനൊക്കെ കരയോഗവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നിൽക്കുന്ന ഒരാളാണ്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കും, കുറച്ച് സമയം തന്നെ സംസാരിക്കും.
അദ്ദേഹം എപ്പോഴും കടിച്ചാൽ വാക്കുകളും സാഹിത്യപരമായ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കതിനൊരു ഒട്ടും ഒരു താല്പര്യമുള്ള ആളുകളല്ല. പക്ഷെ എപ്പോഴും മരിച്ച് നമ്മുടെ നാടിന്റെ പല പ്രശ്നങ്ങളും അദ്ദേഹം ചർച്ച ചെയ്യാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളും ശ്രദ്ധപ്പെടുത്തും. ഇപ്പോൾ ഒരു പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വന്നതോടുകൂടി അദ്ദേഹം പല കാര്യങ്ങളും ഗുണകരമാകുന്ന പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളും, ചിലർ അത് വിമർശനപരമായി തന്നെ പറയുമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരു നിലപാടുണ്ട്. ഇപ്പൊ എന്റെ പ്രശംസ പിടിച്ചു വെക്കാനായിട്ട് മറ്റു അങ്ങനെ ആ രീതി സംസാരിക്കാറില്ല. രാമ രാമ ശ്രീരാമഭദ്ര ജയ. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം തുടങ്ങിയിരിക്കുന്നത് തന്നെ ശ്രീരാമ രാമ രാമ. നമുക്കറിയാം, ഒറ്റ വിളിക്ക് വിളിയേക്കില്ലാതെ കുട്ടികളെയൊക്കെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന പോലെ 3 പ്രാവശ്യം വിളിച്ച് എഴുന്നേൽപ്പിച്ചതല്ലാതെ രാമനെ എങ്ങനെയൊക്കെ നാം കാണണം, എങ്ങനെ പരിചയപ്പെടണം, അല്ലെങ്കിൽ രാമായണത്തെ ഏത് വിധത്തിൽ സമീപിക്കണമെന്ന് ആചാര്യൻ ആദ്യമേ തന്നെ സൂചന നൽകിയിരിക്കുന്നു. ഭൗതികമായും ആത്മീയമായും വേദാന്തതലമായും 3 വിധത്തിൽ, ത്രിവിധത്തിൽ രാമനെ സമീപിക്കണമെന്ന് ആചാര്യൻ ആദ്യം തന്നെ ഉദ്ഘോഷിച്ചിട്ടുണ്ട്. ഒറ്റ വായനയിൽ തീരുന്നതല്ല രാമായണം. നാമെല്ലാം രാമായണ മാസമായി ആചരിക്കുന്ന ഈ സമയത്ത് തന്നെ രാജേഷിന്റെ ഈ സംരംഭം, ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായത് ഒരു ശ്രേഷ്ഠമായ കാര്യമായി ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, രാമായണവും മഹാഭാരതവുമെല്ലാം വളരെ ആഴവും പരപ്പുമുള്ള മഹാസാഗരം പോലെയാണ്. അതിൽ നിന്ന് ആർക്കും ഒരു തൊട്ടി വെള്ളം കോരിയെടുക്കാം. അത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കുകയുമാണ്. അത് സ്വന്തം തൃപ്തിക്കെന്നവണ്ണം സമൂഹത്തിന് വേണ്ടിയും പ്രയോജനപ്പെടുത്തുവാൻ അങ്ങനെ ചെയ്യുന്നവർക്ക് കഴിയും. അത് വളരെ പണ്ടുകാലം മുതൽ തന്നെ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു വസ്തുതയാണ്. നമ്മുടെ നാട്ടിലുള്ള സാഹിത്യകാരന്മാരും കവികളും എല്ലാവരും തന്നെ രാമായണത്തെയും മഹാഭാരതത്തെയും ഇതിവൃത്തമാക്കിക്കൊണ്ട് ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിൽ ഏതാണ് ശ്രേഷ്ഠം അല്ലെങ്കിൽ ഏതാണ് മുന്നിൽ എന്ന് പറയുവാൻ ആർക്കും സാധിക്കില്ല. കാരണം രണ്ടിന്റെയും ഇതിവൃത്തം അത്രയും ആഴവും പരപ്പുമുള്ളതാണ്. ക്രിസ്ത്യനായ ഗുജറാത്തിൽ നിന്നുള്ള എൻ്റെ ഒരു പ്രൊഫസർ, അദ്ദേഹം നാരായണഗുരുവിൽ ചോദിച്ചിട്ട് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും മഹാനായ ഒരു വ്യക്തിയാണല്ലോ നാരായണഗുരു എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഞാൻ പഠിച്ച സെമിനാരിയിൽ ഹിന്ദുയിസത്തെ കുറിച്ച് ഒത്തിരി കോഴ്സ് ഉണ്ടായിരുന്നു. 3 വർഷം പഠിക്കുന്ന ഫിലോസഫിയിൽ, ഹിന്ദു ഫിലോസഫി തന്നെ 3 വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു കോഴ്സ്. അതിന് ശൈവിസവും വൈഷ്ണവിസവും ഒക്കെ പഠിച്ച് ഞാനിങ്ങനെ ഈ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യൻ പാദ്രി ഒരു ഹിന്ദു മതത്തിന്റെ ഫെസ്റ്റിവലെ എല്ലാം ആസ്വദിക്കാൻ പറ്റുക. പിന്നീട് ആ കൃതികളെ പറ്റി പഠിക്കാൻ തുടങ്ങി. ഇപ്പൊ ബ്രഹ്മനെ കുറിച്ച് ഞങ്ങളുടെ പ്രൊഫസർ പഠിപ്പിച്ച ആഴമേറിയ ഫിലോസഫി, അതുപോലെ തന്നെ ഈ വേദാന്തങ്ങളും അതിനുശേഷമുണ്ടായ നിരവധിയായ ക്ലാസിക്കുകളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോഴും, അതുപോലെ വേദങ്ങളെ പറ്റി പഠിച്ചപ്പോഴും, രാമനെയും രാമാനുജനെയും ഒക്കെ പഠിച്ചപ്പോഴും ഈ പ്രവംകാരനായ നമുക്ക് അമ്മയുള്ള നമ്മുടെ അദ്വൈതത്തിന്റെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിശാലമായ ആഴക്കടൽ പോലെ പരപ്പ് പോലെയുള്ള ഹിന്ദു ഫിലോസഫിയുടെ ചെറിയ ഒരു ഓളങ്ങളെ അതിന്റെ ഒരു അരികിൽ നിന്ന് കുറച്ചൊക്കെ കാണാനും പഠിക്കാനും കഴിയും. പാരായണത്തിന്റെ ഭംഗിയോ സൗന്ദര്യമോ ഒന്നും നോക്കാതെ പാരായണം ചെയ്ത ഒട്ടനവധി ആളുകളുണ്ട്. പലരും ഇന്ന് ജീവിച്ചിരിക്കില്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമായ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ക്ഷേത്രത്തിൽ ഈ മഴക്കാലത്തും രാവിലെ വന്ന് ഈ കർമ്മം നിർവഹിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, പിറവം.